കരയിൽ നിലയുറപ്പിച്ച് പുഴയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുന്ന ഉപകരണമാണ്. വളരെ ദൂരത്ത്, നേരത്തെ അതിൻ്റെ 18 മീറ്റർ അകലെയെങ്കിലും മണ്ണ് നീക്കം ചെയ്യാൻ, മറ്റു വസ്തുക്കളും നീക്കം ചെയ്യാൻ ഇതിൽ കഴിയും. ഏതെങ്കിലും വസ്തുക്കൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ മല അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴെ വീണതാണ്. മലയുടെ മുകളിൽ നിരവധി മരങ്ങളുണ്ടായിരുന്നു. ഈ മരങ്ങളും അതുപോലെ മണ്ണുമൊക്കെ അടിഞ്ഞുകൂടിയാണ് മണൽ കൂനകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഈ മണൽ കൂനകൾ മാറ്റാൻ ഈ യന്ത്രക്കൈ കൊണ്ടുള്ള മണ്ണുമാന്തി യന്ത്രത്തിന് സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയും. ഇതിന് കരയിൽ നിൽക്കാനും അതോടൊപ്പം തന്നെ പുഴയിലേക്ക് 18 മീറ്ററോളം അകലെ നിന്ന് മണ്ണ് കോരിയെടുത്ത് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു യന്ത്രമാണ്. ഈ യന്ത്രം എത്തുന്നതോടുകൂടി തന്നെ പുഴയിൽ നമ്മൾ നേരത്തെയൊക്കെ കണ്ടതാണ്, ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്, പല സ്ഥലത്തും ഇങ്ങനെ പല മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്, തുരുത്തുപോലെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ തുരുത്തുകളിൽ ഈ ലോറിയും മറ്റു വാഹനങ്ങളോ അകപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആ സ്ഥലത്ത് ഉള്ള മണ്ണ് നീക്കം ചെയ്യാനും കരയിൽ നിന്ന് തന്നെ മണ്ണ് നീക്കം ചെയ്യാനും ഈ ഉപകരണത്തിന് സാധിക്കും. ഏകദേശം 18 മീറ്റർ ദൂരം അകലെ വരെയാണ് ഇങ്ങനെ മണൽക്കൂനകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ആ 20 മീറ്ററിനകത്ത് രൂപപ്പെട്ട മുഴുവൻ മണൽക്കൂനകളെയും മാറ്റാൻ ഈ ഉപകരണത്തിന് കഴിയും. നേരത്തെ കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ സൂചിപ്പിച്ചു, 2 ഈ സ്വഭാവത്തിലുള്ള യന്ത്രങ്ങൾ ഇവിടെ എത്തിക്കും. 2 യന്ത്രങ്ങളിൽ ഒന്ന് ഗോവയിൽ നിന്നും മറ്റൊന്ന് മംഗളൂരുവിൽ നിന്നും എത്തിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഗോവയിൽ നിന്നുള്ള യന്ത്രം ഇവിടെ എത്തിക്കഴിഞ്ഞു. മംഗളൂരുവിൽ നിന്നുള്ള യന്ത്രം ഇതിൻ്റെ പ്രവൃത്തി കൂടി പരിശോധിച്ചതിന് ശേഷമാവും ഇവിടെ എത്തിക്കുക എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രവർത്തന കൂടുതൽ സജീവമാക്കുന്നതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ ആ മണ്ണുമാന്തി യന്ത്രം കൂടി ഇവിടെ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്നാണ് ഈ കാർവാർ MLA അല്പസമയം മുൻപ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നീണ്ടു കിടക്കുന്ന, സാധാരണ ഇത്തരം മണ്ണ് പുഴയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും പാലം നിർമ്മാണ സമയത്തൊക്കെ ഉപയോഗിക്കുന്ന മണ്ണുമാന്തി യന്ത്രമാണ് ഇത്. ദൂരസ്ഥലങ്ങളിൽ ഉള്ള മണ്ണ് നീക്കം ചെയ്ത് പ്രവൃത്തി നടത്തേണ്ടി വരുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ്. ഇത് ഗോവയിൽ നിന്നാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇത്തരം ഉപകരണങ്ങൾ കൂടി ഇവിടെ ലഭ്യമാവുന്നതോടുകൂടി തെരച്ചിലിൻ്റെ വേഗത കൂടും എന്നാണ് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് റഡാറിൻ്റെയും അതോടൊപ്പം തന്നെ സോണാറിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടിയുള്ള തെരച്ചിലും പുരോഗമിക്കുന്നുണ്ട്.